Good morning. Good morning, ma'am. Good morning, Good morning. Good morning, Miss. Good morning. Good morning, Miss. Good morning. Patient rights and responsibility. ചാറ്റിന്റെ ലാസ്റ്റ് ഭാഗമാണ്. കുറച്ച് കുട്ടികൾ കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങാം. Morning, Vicky. ഓക്കെ ആണല്ലേ കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറയാമോ? ലാസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. $64. ഓക്കെ, നമ്മള് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിലെ ലാസ്റ്റ് ഭാഗമാണ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത്. ക്വാളിറ്റി പേഷ്യന്റ് കെയർ. Quality is never an accident. It is always the result of high intention, sincere effort, intelligent direction,
and skillful execution. It represents the wide choice of many alternatives. എന്താണ് ഒരു ക്വാളിറ്റി പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത്? ക്വാളിറ്റി ഇസ് നെവർ ആൻ ആക്സിഡന്റ്. ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ എന്ന് പറയുന്നത് ആകസ്മികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? നമുക്കത് പെട്ടെന്നൊന്നും സംഭവിക്കില്ല. അതിലെന്താണ്, ഒരാൾക്ക് നല്ലൊരു കെയർ കൊടുക്കണമെങ്കിൽ നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹൈ ഇന്റൻഷൻ അവർക്ക് കൊടുക്കുന്നത്, പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കേണ്ടത് ഓരോ പേഷ്യൻസിന്. ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, എല്ലാ പേഷ്യൻസിനും ഒരേപോലെ തന്നെയായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, അറ്റൻഷൻ കൊടുക്കേണ്ടത്. പിന്നെ സിൻസിയർ എഫേർട്ട്, അവർക്ക് കൊടുക്കുന്ന കെയറിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പരിശ്രമം അവിടെ കാണിക്കേണ്ടതുണ്ട്. പിന്നെ ഇന്റലിജന്റ് ഡയറക്ഷൻ ആൻഡ് സ്കിൽഫുൾ എക്സിക്യൂഷൻ, അവരെ കെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇന്റലിജന്റ് ആയിട്ടായിരിക്കണം അവർക്ക് വേണ്ട ആവശ്യകതകൾ, അവരുടെ നീഡ്സ് എന്താണോ അത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, നല്ല രീതിയിൽ നമുക്കത് എന്താണ് അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്, പേഷ്യൻസിന് നല്ലൊരു ക്വാളിറ്റി കെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്കിൽസ് ആർക്കുണ്ടായിരിക്കണം, കെയർ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇറ്റ് റെപ്രസെന്റ് ദാറ്റ് വൈസ് ചോയ്സ് ഓഫ് മെനി ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പൊ നമുക്ക് ഒരു പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതിൽ നമുക്ക് എന്താണ് പല രീതിയിലെ ചൂസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ വേണമെങ്കിലും എന്നല്ല, എഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിന് നല്ലൊരു കെയർ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം. ഓക്കെ, അപ്പൊ ഒരു പേഷ്യന്റിന് നമ്മൾ കെയർ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറയുന്നത് ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി കെയർ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? അവർക്ക് ഹൈ ഇന്റൻഷൻസ്, പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കുക, അല്ലെങ്കിൽ സിൻസിയർ എഫേർട്ടിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. പിന്നെന്താണ്, ഇന്റലിജന്റ് ഡയറക്ഷൻ ആൻഡ് സ്കിൽഫുൾ എക്സിക്യൂഷൻ. ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമുക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി പേഷ്യൻസിന് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സർവീസസ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? Providing extraordinary services for patient care. എന്തൊക്കെയാണ്? Exceed patient expectations. Makes the patients feel you care at are doing their best. Value for money, time services. Under promises and over deliver. Not pass the patient's bystanders in around. Treat every patient bystanders as individual with the unique service needs and expectations. Exceed patient expectation. എന്താണ് exceed patient expectations എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ പ്രതീക്ഷയിൽ കൂടുതൽ കവിഞ്ഞുള്ള പ്രവർത്തനമായിരിക്കും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെ? അവരുടെ എക്സ്പെക്ടേഷൻസ്, അവരുടെ പ്രതീക്ഷകളിൽ അപ്പുറത്തുള്ള കെയർ ആയിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നമുക്ക് അവർക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കണം. Then make the patients feel you care and are doing your best. Second one എന്താണ്? Makes the patients feel you care and are doing your best. എന്താണ് പോയിന്റിൽ പറയുന്നത്? ഒരു പേഷ്യന്റിന് ഒരു കെയർ കൊടുക്കുന്ന സമയത്ത് അവരെ പരിചരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആർക്കുണ്ടായിരിക്കണം? ആ പേഷ്യൻസിന് അത് ഫീൽ ചെയ്യണം, അല്ലെ? നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് ആണ് ആ പേഷ്യന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ന് ആ പേഷ്യൻസിന് ഫീൽ ചെയ്തിരിക്കണം. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ. അവർക്ക് ഫീൽ ചെയ്യാത്തടത്തോളം എന്താണ്, അവർക്ക് തോന്നില്ല അവരെ നമ്മൾ പരിചരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നില്ല. അതായത് അവര് ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ ചെയ്തു കൊടുക്കേണ്ട, സ്റ്റാഫുകൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേഷ്യന്റ് അത് കഴിക്കണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു പോകാതെ നമ്മൾ അത് അവർക്ക് ചെയ്തു കൊടുക്കുക, അല്ലെ? മെഡിസിൻസ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ അവരെ കൊണ്ടുപോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതാണെങ്കിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് നിന്നതായിരിക്കണം അവർക്ക് ആ ഒരു പ്രത്യേക പരിചരണം കൊടുക്കേണ്ടത്. അവർക്കത് ഫീൽ ചെയ്യണം, അവരെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, മാത്രമല്ല നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പരിചരണം നമുക്ക് അവിടെ കൊടുക്കാനും കഴിയും. ഓക്കെ, വാല്യൂ ഫോർ മണി സർവീസസ് അല്ലെങ്കിൽ മണി ടൈം സർവീസസ്. എന്താണ് വാല്യൂ ഫോർ മണി ടൈം സർവീസസ് എന്ന് പറയുന്നത്? പേഷ്യൻസ് കൊടുക്കുന്ന പൈസക്ക് അല്ലെങ്കിൽ അവരുടെ ആ കൊടുക്കുന്ന മൂലം എന്താ പറയാ മണി എന്ത്, അതായത് നമ്മള് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് വെറുതെ ആണോ? നമ്മൾ അത്യാവശ്യം പൈസയൊക്കെ കൊടുത്ത് നമ്മുടെ ആ ഒരു എക്സ്പെൻസ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഒരു മൂല്യമുള്ള സേവനങ്ങളായിരിക്കണം നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്, അല്ലേ?
യെസ്, നമ്മൾ കൊടുക്കുന്ന അതായത് പണത്തിന്റെ മൂല്യമുള്ള സേവനങ്ങളായിരിക്കണം നമ്മൾ പേഷ്യൻസിന് തിരിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് ഒരിക്കലും അവരുടെ പണം അവിടെ ചെലവാക്കിയത് വേസ്റ്റ് ആയി പോയെന്ന് ഒരിക്കലും തോന്നൽ ഉണ്ടാവാനായിട്ട് പാടില്ല. യെസ്. Then under promises and over deliver. Under promises and over deliver. എന്താണ് under promises and over deliver എന്ന് പറയുന്നത്? പ്രോമിസ് എന്താണ്? ഇവിടെ ആ ഒരു പോയിന്റ് തന്നെയാണ് പറയുന്നത്. അതായത് അവരുടെ വാഗ്ദാനം നമ്മൾ പ്രോമിസ് ചെയ്യുന്നതിനേക്കാൾ പേഷ്യന്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയും, അത് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കണം. അവർ ഇത്ര കെയർ ആയിരിക്കും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ പ്രതീക്ഷയിലപ്പുറത്തെ രീതിയിലുള്ള വാഗ്ദാനങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സർവീസസ് ആയിരിക്കണം പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, എക്സ്പെക്ടേഷൻസിന് കവിയുന്ന തരത്തിലുള്ള അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Then do not pass the patients in around. Patients or bystanders in and around. പേഷ്യൻസിനെയോ അല്ലെങ്കിൽ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിനോ നമ്മൾ അനാവശ്യമായിട്ട് എന്താണ് ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടുന്നതല്ല. നമ്മൾ കെയർ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കെയർ ആയിരിക്കരുത് നമ്മൾ കൊടുക്കേണ്ടത്. ഒരേപോലെ തന്നെ പേഷ്യൻസിന് കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ നിർദ്ദേശം, അല്ലെങ്കിൽ അവിടെ പരിചരിക്കുന്ന ആരാണെങ്കിലും കൂടുതലും നിർദ്ദേശങ്ങൾ ഒരിക്കലും അവർക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലാകരുത്. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സർവീസസിൽ ഒന്നാണ്. അതായത് പേഷ്യൻസിനോ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുത്ത് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ അങ്ങനെയുള്ള രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒന്നും അവിടെ കാണിക്കാനായിട്ട് പാടുള്ളത്. Then treat every patient or bystanders as an individual with unique service needs and expectations. Treat every patient or bystanders an individual with unique service needs and expectations. ഓരോ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനെ നമ്മൾ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ രോഗി ആയാലും ശരി ബൈസ്റ്റാൻഡേഴ്സ് ആയാലും അവർ ഒരേപോലെ തന്നെ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഒരേപോലെ പരിഗണിക്കുക. അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, അവരുടെ സർവീസ് ആവശ്യങ്ങൾ, അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരേപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട്, തുല്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, നീഡ്സ് അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് മാത്രം അവർക്ക് ആവശ്യമുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യും. Then answer promptly to patients or bystanders needs. Answer promptly to patients, bystanders needs. പറഞ്ഞ നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ promptly, promptness. ഉടനടി ഉത്തരം നൽകുക, അല്ലെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ സംശയങ്ങൾക്ക് ഉടനടി തന്നെ എന്താണ് ടൈംലി മാനറിൽ തന്നെ ഉത്തരങ്ങൾ പറയാനായിട്ടുള്ള സർവീസസ് ആയിരിക്കാം. ഉത്തരം പറയാനായിട്ട് അവരുടെ സ്റ്റാഫുകൾ നിർബന്ധിതരാണ്, അല്ലെ? ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടല്ല അതിനുള്ളൊരു മറുപടി കൊടുക്കേണ്ടത്, ഉടനടി തന്നെ അതിനുള്ളൊരു മറുപടി കൊടുക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ഉടനടി തന്നെ അതിനെന്താണ് റിപ്ലൈ കൊടുക്കേണ്ടത്. Then determining by degree of empathy, caring and individual attention shown. Determining by degree of empathy, caring and individual attention shown. എന്താണ് പറയുന്നത്? നമ്മുടെ പേഷ്യൻസിനോട് പ്രത്യേകിച്ച് സ്റ്റാഫുകൾ ഏത് രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം കാണിക്കേണ്ടത്? നല്ല രീതിയിലുള്ള സഹാനുഭൂതി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ലൊരു കരുതലോടെ, അല്ലെ, സഹാനുഭൂതി ആയിരിക്കും, എമ്പത്തിയോടും നല്ല രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. Then you represent the organization. You represent the organization. You represent the organization. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെ? ആ ഓർഗനൈസേഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന അവിടുത്തെ സേവനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക്
മനസ്സിലാവും. പ്രത്യേകിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പേഷ്യൻസിന് എത്രത്തോളം സർവീസസ് കൊടുക്കുന്നുണ്ട്, അത് അവരുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് അനുസരിച്ചിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ വിഷൻ ആൻഡ് മിഷൻ അനുസരിച്ചിട്ടുള്ള റോൾസ് ആയിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഓരോ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ആര് ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയർ കൊടുക്കുന്ന സ്റ്റാഫ്സുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് അതിൽ പറയാവുന്നതാണ്. അത് അവർ ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, ഓർഗനൈസേഷൻ ഇപ്പൊ മോശമായ പ്രവർത്തനങ്ങളാണ് കൊടുക്കണമെങ്കിൽ എന്താണ് അവരുടെ റെപ്യൂട്ടേഷൻ ആണ് അവിടെ തകരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അപ്പൊ ഓർഗനൈസേഷൻ അതെല്ലാം ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ആരാണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ പ്രവർത്തനങ്ങൾ മികച്ചതാവുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ നല്ലൊരു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ പറയുന്നത് അല്ലെ. അവർക്കൊരു നല്ല പ്രൗഡ് മൊമെന്റ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ, നല്ലൊരു റെപ്യൂട്ടേഷൻ അവർക്ക് കിട്ടുന്നത്. അല്ലാതെ മോശം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്ത് എന്താണ്, ഹോസ്പിറ്റലിൽ ആരും സർവീസസിന് അവിടെ പോകുന്നില്ല, അവിടെ ചികിത്സയ്ക്കായിട്ട് ആരും തന്നെ അവിടെ പോകുന്നു. എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവിടെ ഒരു നല്ല ബെസ്റ്റ് ഹോസ്പിറ്റൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, then every combat offers you a new opportunity for self-enrichment. Every combat offers you a new opportunity for self-enrichment. I should guess at it, sir. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് വായിച്ചിട്ട്? Every combat offers you a new opportunity for self-enrichment. എന്താണ് self-enrichment? സെൽഫ് കോൺഫിഡൻസ് ആണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ന്യൂ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? നമ്മള് ഒരു പേഷ്യന്റ് കെയർ കൊടുക്കുന്ന പേഷ്യൻസിന് നല്ല സർവീസസ് കൊടുക്കുന്ന സമയത്ത് പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് കിട്ടുന്നത് അല്ലെ. നമുക്കത് പേഴ്സണൽ ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതായത് ഓരോ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സർവീസുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയ അനുഭവങ്ങളാണ് കിട്ടുന്നത് അല്ലെ, പുതിയ അവസരങ്ങളാണ് കിട്ടുന്നത്. പുതിയത് പഠിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ സെൽഫ് ഗ്രോത്ത് അവിടെ സംഭവിക്കണം. ഓരോ കെയർ കൊടുക്കുന്ന നമുക്ക് ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആണ് നല്ലത് നമുക്ക് പറയാറ്. അപ്പൊ ചിലപ്പോ ചില കാര്യങ്ങൾ അവർ പുതിയതായിട്ട് അവർക്ക് അവസരങ്ങൾ എടുക്കും. ചില പേഷ്യൻസുമായിട്ട് ഇടപെടുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് അവർക്ക് പുതിയ അവസരങ്ങൾ. അപ്പൊ പേഴ്സണലി അവർക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. മറ്റുള്ളവരുമായിട്ട് ഇടപെടൽ നടക്കുന്ന സമയത്താണ് അവർക്ക് എന്ത് സംഭവിക്കുന്നത്, പേഷ്യൻസിന് നല്ല കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, ദെൻ അതുപോലെ റിലേറ്റഡ് തന്നെയാണ് നെക്സ്റ്റ് പോയിന്റ്, ഹാൻഡിൽസ് ഇമോഷണൽ സിറ്റുവേഷൻസ് വെൽ. എന്താണ് ഹാൻഡിൽസ് ഇമോഷണൽ സിറ്റുവേഷൻസ് വെൽ? സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ അവരെ പരിചരിക്കുക മാത്രമല്ല ചെയ്യുന്നത് അല്ലേ. എന്താണ് ഇമോഷണൽ സിറ്റുവേഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അറിയാൻ പറ്റും ഇമോഷണലി നമ്മൾ വീക്ക് ആവുന്ന സിറ്റുവേഷൻസ് ആണ്. ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെ, വൈകാരിക നിമിഷങ്ങളാണത്. ആ സമയത്ത് ഇപ്പൊ ഒരാളുടെ ഡെത്ത് സംഭവിച്ചാലും അവിടെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനായിക്കോട്ടെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനുള്ള സിറ്റുവേഷൻസ് ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? സ്റ്റാഫുകൾ അവിടെ കൈകാര്യം ചെയ്യുന്നതാണ്. വൈകാരിക നിമിഷങ്ങളും ആര് കൊടുക്കുന്ന സർവീസസ് ആണ്. അതായത് പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കൂടെ നിന്നിട്ടാണ് അവരെ കൂടി ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഇമോഷണലി ഒരു ഹെൽപ്പ് കൂടി, ഇമോഷണൽ ഹെൽപ്പ് എന്നൊരു സർവീസസ് കൂടി സ്റ്റാഫുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇൻ കേസ് മരണം മാത്രമല്ല ഇനി കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻസ് ഇപ്പൊ ഒരാൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ നമ്മളോട് അവിടെയുള്ള സ്റ്റാഫുകൾ നമ്മളെ നല്ല രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. ടെൻഷൻ അടിക്കരുത്, പേഷ്യൻസിന് കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ നമ്മളെ മാക്സിമം ആശ്വസിപ്പിക്കുക. അപ്പൊ ആ രീതിയിൽ വൈകാരിക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ കൂടെ നല്ല സർവീസസ് ആണ് അവർ കൂടെ നിന്ന് ചെയ്തു തരുന്നത്. ഓക്കെ. Then provides positive stroke where appropriate. Provides positive strokes where appropriate. Then positive strokes are ശരി. കുറച്ച് കൺഫ്യൂഷൻസ് ആയിട്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ വായിച്ചു നോക്കിയിട്ട്? Provides positive strokes where appropriate. അതായത് പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന സമയത്ത് ഉചിതമായ ഇടങ്ങളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ചസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കിയത്. അതായത് എന്താണ് പോസിറ്റീവ് സമീപനം, അതായത് അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മള് ഒരിക്കലും ഒരു ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്ത രീതിയിലായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, ഞാനിവിടെ ഇവിടെ പറയുന്നത് ഉചിതമായ ഇടങ്ങളിൽ എവിടെയാണോ നമ്മൾ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് കൊടുക്കേണ്ടത് കെയർ ചെയ്യുന്ന സമയത്ത് അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. Then undivided attention to your patients or bystanders. Undivided attention to your patients or bystanders. Undivided attention. എന്താണ് undivided attentions? അൺഡിവൈഡ് എന്ന് പറയുമ്പോൾ അവര് രണ്ട് രീതിയിലായിരിക്കരുത്. ഒരേപോലെ തന്നെ നമുക്ക് അവരെ നോക്കാൻ കഴിയില്ല. ഒരേ അറ്റൻഷൻ ഒരേ ശ്രദ്ധ അവർക്ക് കേന്ദ്രീകരിക്കുന്നത്. അവർക്കൊരു സെപ്പറേഷൻ കൊടുക്കും. വിഭജിച്ച് കാണാതെ അവരെ ഡിവൈഡ് ചെയ്ത് കാണാതെ രണ്ടും ഒരേ കൂട്ടരാണെന്നുള്ള രീതിയിലുള്ള ഒരു സമീപനത്തോടെ ആയിരിക്കും നമ്മൾക്ക് സർവീസസ് കൊടുക്കേണ്ടത്. അവർക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത്. ദെൻ അടുത്തത് ബി നാച്ചുറൽ നോട്ട് ഫേക്ക് ഓർ മെക്കാനിക്കൽ. ബി നാച്ചുറൽ not fake or mechanical. എങ്ങനെയായിരിക്കണം? നമ്മളൊരു ആർട്ടിഫിഷ്യൽ മാനറിലായിരിക്കരുത് അവരോട് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെ. ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. പ്രത്യേകിച്ച് ട്രസ്റ്റഡ് മീൻസ് എന്താണ്, വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഒരിക്കലും എന്താണ് എല്ലാത്തിലും സ്വാഭാവികത എന്തായിരിക്കും, ഈ ആർട്ടിഫിഷ്യൽ ഫോംസിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകരുത്. നമ്മൾ അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ കെയർ അവർക്ക് കൊടുക്കരുത്. എങ്ങനെയായിരിക്കണം, ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം. കൊടുക്കുന്ന കെയറിനൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം അവരോട് നമ്മൾ വിശ്വസനീയമായ രീതിയിലായിരിക്കണം നമ്മൾ ഓരോ പേഷ്യൻസിനെയും പരിചരിക്കേണ്ടത്. ഓക്കെ, ഒരു മെക്കാനിക്കൽ ഫോമുള്ള രീതിയിലുള്ളതൊന്നും നമ്മൾ ആകാൻ പാടില്ല. ആർട്ടിഫിഷ്യലി ആകരുത് എന്നാണ് പറയുന്നത് കേട്ടോ. നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യും. Then be positive, energetic, helpful and cordial. എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോർഡിയൽ. കോർഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്ഫുൾ ആൻഡ് കോർഡിയൽ, സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സും വളരെ എനർജറ്റിക് ആയിട്ടായിരിക്കും. പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. പേഷ്യൻസ് ഓൾറെഡി സിക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അസുഖം വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടെ നോക്കാൻ നിൽക്കുന്ന ആൾക്കാരും അതേപോലെ തളർന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ തളർന്ന രീതിയിൽ നോക്കിയാൽ എന്താണ്, അല്ലെങ്കിൽ എനർജറ്റിക് ആവാതെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് അത്. അപ്പൊ പേഷ്യൻസ് വിചാരിക്കും നമ്മൾ അവരെക്കാൾ ബെസ്റ്റ് നമ്മളാണെന്ന് പേഷ്യൻസ് വിചാരിക്കും. പക്ഷെ നമ്മള് സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? എപ്പോഴും വളരെ പോസിറ്റീവ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. ഫ്രണ്ട്ലി മാനറിൽ അവരോട് അപ്രോച്ച് ചെയ്യും. The last one, be your patient's bystander's agent. Be your patient's or bystander's agent. എന്താണ് ഈ ഏജന്റ് എന്ന് ഇവിടെ പറയുന്നത്? ഏജന്റ് ശരിക്കും ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ആ പേഷ്യൻസിന്റെ ത്രൂ ഔട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ കാര്യങ്ങളും റെപ്രസെന്റ് ചെയ്ത് നോക്കുന്നത് ആരാണ്?
ആരായിരിക്കും? സ്റ്റാഫുകളാണ് അല്ലെ. അപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിന് അല്ലെങ്കിൽ പേഷ്യൻസിന് ഒരു ഏജന്റ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഏജന്റ്, അല്ലെങ്കിൽ ഒരു ഏജന്റ് എന്ന് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, പ്രതിനിധി അല്ലെ, അതന്നെ. അവരെ റിപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് ആര്? സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള സേവനങ്ങളായിരിക്കണം പേഷ്യൻസിന് നമ്മൾ ക്വാളിറ്റി എക്സ്ട്രാ ഓർഡിനറി സർവീസസ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോവാം. പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് അതിൽ കൂടുതലുള്ള രീതിയിലുള്ള കെയർ അവർക്ക് കൊടുക്കാൻ സാധിക്കണം. പിന്നെ എന്താണ്, അവർക്ക് നമ്മൾ നല്ല രീതിയിൽ അവർ പരിചരിക്കുന്നുണ്ട്, നമ്മുടെ ബെസ്റ്റ് കെയർ ആണ്, അവർക്ക് ബെസ്റ്റ് കെയർ പെർഫോമൻസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ അവർ കൊടുക്കുന്ന അവരുടെ പണത്തിന് മൂല്യമുള്ള സേവനങ്ങളായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ പ്രോമിസസിനോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ രീതിയിലുള്ള സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെന്താണ്, പേഷ്യൻസിനോ ബൈസ്റ്റാൻഡേഴ്സിനോ ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ സർവീസസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പാടുന്നതല്ല. പിന്നെ ഓരോ പേഷ്യൻസിനെ നമ്മൾ എന്താണ്, യുണിക് സർവീസ്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് ഒരേപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ അവരുടെ ചോദ്യങ്ങൾ, അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഉടനടി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കണം. Then determine by degree of empathy, caring and individual attention shown. ഇങ്ങനെയുള്ള ഒരു കെയർ ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. നല്ല സഹാനുഭൂതിയോടും നല്ല രീതിയിലുള്ള എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസിനും പ്രത്യേക ശ്രദ്ധ കൊടുത്ത രീതിയിലുള്ള ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു കെയർ ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ഹോസ്പിറ്റൽ സ്റ്റാഫുകളാണ്. അപ്പൊ ഓർഗനൈസേഷണൽ റെപ്രസെന്റേഷൻ, റെപ്യൂട്ടേഷൻ തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടാകാൻ കാണുന്നതല്ല. That every conduct offers you new opportunity for self-interest. Our experience അനുസരിച്ച് എന്താണ്, സ്റ്റാഫുകൾക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവും, അതിനോടുകൂടി പേഴ്സണൽ നോളജ്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സാധിക്കും. Then handles emotional situations. വൈകാരികമായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും നല്ല കെയർ സർവീസസ് ആയിരിക്കണം സ്റ്റാഫുകൾ കൊടുക്കേണ്ടത്. പിന്നെ ഒരു പോസിറ്റീവ്, ഉചിതമായിട്ടുള്ള ഇടങ്ങളിൽ പോസിറ്റീവ് അപ്രോച്ചസ് കൂടിയിട്ടായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ അൺഡിവൈഡഡ് അറ്റൻഷൻസ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. എങ്ങനെയായിരിക്കണം, തുല്യമായ രീതിയിലുള്ള അറ്റൻഷൻസ് ആയിരിക്കണം പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ ബി നാച്ചുറൽ ആൻഡ് നോട്ട് ഫേക്ക് ഓർ മെക്കാനിക്കൽ. നമ്മൾ ഒരിക്കലും എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ ഫോംസിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോംസിലുള്ള ഒരു ബിഹേവിയർ ആവരുത് അവരോട് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കണം, സ്വാഭാവികപരമായിട്ട് അല്ലെങ്കിൽ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം സർവീസസ് കൊടുക്കേണ്ടത്. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാം, എനർജറ്റിക് ആയിരിക്കാം, പേഷ്യൻസിന് വേണ്ട എല്ലാ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സർവീസസ് കൊടുക്കുന്ന സ്റ്റാഫുകളായിട്ട് മാറുന്നു. പിന്നെ പേഷ്യൻസ് ബൈസ്റ്റാൻഡേഴ്സ് ഏജന്റ്സ്. പേഷ്യൻസിനെ ബൈസ്റ്റാൻഡേഴ്സിന് ഒരു ഏജന്റ് ആയിട്ടായിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത്, സ്റ്റാഫുകൾ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ എക്സ്ട്രാ ഓർഡിനറി സർവീസസ് എന്തൊക്കെയാണെന്ന്? ക്ലിയർ ആണോ അത്? Okay. The last one. What do patients or bystanders want? Patient and bystanders ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? To receive an apology, to be offered a fair fix for the problem, to be treated in caring manner, not treated like a nuisance, effective service recovery procedures. To receive an apology. എന്താണ് to receive an apology? ക്ഷമാപണം സ്വീകരിക്കാം അല്ലെ. അപ്പൊ എന്തെങ്കിലും പേഷ്യൻസിനോട് എന്തെങ്കിലും നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും തരത്തിൽ തെറ്റിരിക്കുന്നത് സംഭവിച്ചാൽ നമ്മളൊരു സോറി പറയാനുള്ള ഒരു മനസ്ഥിതി അല്ലെങ്കിൽ മാപ്പ് ചോദിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കേണ്ടതാണ്. Then to be offered a fair fix for the problem. To be offered a fair fix for the problem. എന്താണ്, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ന്യായമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിരിക്കണം അല്ലെ. ന്യായമായ പരിഹാരം പറയാനായിട്ട് സ്റ്റാഫുകൾ നിർബന്ധിതരാണ് അല്ലെ. ഓക്കെ. Then to be treated in caring man. എന്താണ്, നമ്മൾ നല്ല കരുതലോട് കൂടിയ അല്ലെ, എല്ലാ പേഷ്യൻസും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ സാധിക്കുന്ന സർവീസസ് ആണ് ഓരോ പേഷ്യൻസും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ അവർക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നോട്ട് ട്രീറ്റഡ് ലൈക്ക് എ ന്യൂയിസ്നെസ്. നോട്ട് ട്രീറ്റഡ് ലൈക്ക് ന്യൂയിസ്നെസ്. ഒരിക്കലും അതൊരു ശല്യമായിട്ട് അവരോട് ബിഹേവ് ചെയ്യരുത് അല്ലെ. ഒരു
ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരിക്കലും അങ്ങനത്തെ ഉള്ള ഒരു ബിഹേവിയർ ഒന്നും കാണിക്കാനായിട്ട് പാടുള്ളതില്ല. The last one, effective services recovery procedures. Effective services recovery procedures. പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസസ് വളരെ കാര്യക്ഷമവുമായിരിക്കണം. പിന്നെ എന്താണ്, നമ്മള് ഒരു ട്രീറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ടാണ്, അവർ റിക്കവർ ആവുന്ന രീതിയിലുള്ള സേവനങ്ങളായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അതായത് ഒരു രോഗി അസുഖമായി വന്നു കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്നത് വരെ നമ്മൾ നല്ല രീതിയിലുള്ള കെയർ കൊടുത്തിട്ടായിരിക്കണം ആളെ റിക്കവർ ചെയ്തിട്ട് ഡിസ്ചാർജ് ആക്കി വിടേണ്ടത്. അപ്പൊ ആ ഒരു പിരീഡുള്ള ആ ഒരു കാലയളവിൽ എഫക്റ്റീവ് ആയിട്ടുള്ള സേവനങ്ങളായിരിക്കും ഓരോ പേഷ്യൻസും മജിസ്ട്രേറ്റ്സും പ്രതീക്ഷിക്കുന്നത്. അത്തരം സേവനങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അവർക്ക് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലോ പിള്ളേരെ? ഓക്കെ, അപ്പൊ നമ്മുടെ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പോകുന്ന ഭാഗം കഴിഞ്ഞു കേട്ടോ, ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാം ബുദ്ധിമുട്ടാണല്ലേ, അങ്ങനെ നോക്കിയാല്. അടുത്ത നമ്മുടെ ചാപ്റ്റർ 5 ആണ്, മൊഡ്യൂൾ 6 ചാപ്റ്റർ 5 മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് PDF കാണാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലില്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും എന്താണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്? പേരിൽ നിന്ന് കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ, എന്ത് സേവനമാണ് അല്ലെങ്കിൽ എന്ത് സർവീസസ് ആണ് അവിടെ വരുന്നത്. കോർ ഫങ്ഷൻസ് ആണ്. യെസ്, വെരി ഗുഡ് അല്ലെ. ഹോസ്പിറ്റലിലെ കോർ ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സ് മാത്രമാണോ? ബിൽഡിംഗ് ഡെവലപ്മെന്റ്, അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗ് ഡെവലപ്മെന്റ്. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ വരില്ലേ? ഇലക്ട്രിക്, പമ്പിങ്, എക്യുപ്മെന്റ്സ്. യെസ്, ഓക്കെ. വാട്ടർ സപ്ലൈ, പിന്നെ എന്തൊക്കെ വരും? Hospitals are one of those facilities you cannot live without. We expect them to always be able to deliver a sufficient level of services. However, that holds true only if hospital facility managers give proper attention to hospital maintenance. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് അല്ലെ. കാരണം എന്താണ്, മനുഷ്യനൊരു അസുഖം വന്നാൽ നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലാണ്. അവരുടെ സർവീസ് അനുസരിച്ചിട്ട് ഒരു അസുഖം ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. അപ്പൊ ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ജീവിതത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സൗകര്യങ്ങളിൽ ഒന്നാണ് എന്ത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെക്ട് them to always be able to deliver a sufficient level of services. നമ്മള് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ നല്ല സേവനങ്ങൾ മാത്രമാണ്, നല്ല സർവീസസ് മാത്രമാണ് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ. ഒരു സഫിഷ്യന്റ് ലെവൽ ഓഫ് സർവീസസ് മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. However, that hold true only if hospitals and facility managers give proper attention to hospital maintenance. അപ്പൊ നമുക്ക് നല്ല സർവീസസ് കിട്ടണമെങ്കിൽ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ മികച്ച രീതിയിലാവണമെങ്കിൽ എന്താണ്?
അവിടെ പ്രത്യേകമായ ഒരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കണം. അതായത് ഹോസ്പിറ്റലിന്റെ ഹാൾ പ്രവർത്തനം എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസ്, കോർ ഫങ്ഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണം? പ്രത്യേകിച്ച് അവിടുത്തെ മാനേജേഴ്സ്, ഫെസിലിറ്റി മാനേജേഴ്സ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് എന്ത്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ വാട്ടർ സപ്ലൈ വർക്ക് ചെയ്യുന്നില്ല, വാട്ടർ സപ്ലൈ അതായത് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല. ആ സിറ്റുവേഷൻ വന്നാൽ എന്താണ്? എല്ലാ പേഷ്യൻസിനും ബുദ്ധിമുട്ടാണ് അല്ലെ? അത്തരം സിറ്റുവേഷൻസിലപ്പോ ആരാണത് കൈകാര്യം ചെയ്യുന്നത്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് പരിഹരിക്കപ്പെടുന്നത്. ഓക്കെ, വാട്ടർ സപ്ലൈ മാത്രമല്ല, മറ്റേത് മേഖല, ഇപ്പൊ ഇലക്ട്രിസിറ്റി പോയാല് അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ പിന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തകരാറുകൾ വന്നു കഴിഞ്ഞാൽ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സിൽ ഏതെങ്കിലും ഉപകരണങ്ങൾ എന്തെങ്കിലും ഓൾ പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലിലെ എല്ലാ സപ്ലൈസിലും നടക്കുന്ന പ്രവർത്തനങ്ങളില് ലിഫ്റ്റില്, ഇപ്പൊ നമ്മള് ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ലിഫ്റ്റ് ഓഫ് ആയി പോയി, എന്താണ് അതിൽ കുടുങ്ങി പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എമർജൻസിയിലേക്ക് വിളിച്ചിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, despite the downtime, equipment failure, and other assets issue can heavily disrupt the workflows in an industry. In the context of the hospital, they are literally the line between life and death. വലിയ സെന്റൻസ് ആണല്ലോ. എന്താ പറയുന്നത്? ഡൗൺ ടൈം എക്യുപ്മെന്റ് ഫെയിലിയർ എന്താണ്? ഏതെങ്കിലും ഉപകരണങ്ങൾ എന്തെങ്കിലും തകരാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വർക്ക് ഫ്ലോസ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റൽ കോൺട്രാക്ട് അനുസരിച്ചിട്ട് ചിലപ്പോ ഇതിൽ ഏതെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ ലിഫ്റ്റ് തകരാറായിരുന്നു അല്ലെങ്കിൽ നമ്മൾ സ്റ്റെയർ കയറുന്ന സമയത്ത് സ്റ്റെയറിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാനുള്ള സാധ്യത എന്താ? സംഭവിക്കാനുള്ള സാധ്യത എന്താ? ഇൻ കേസ് ലിഫ്റ്റിന്റെ പരിപാടി, ലിഫ്റ്റിന് ആക്സിഡന്റ് ഉണ്ടാവാനുണ്ട്, ഡെത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ പേഷ്യൻസിന്റെ ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും ഇപ്പോ ഏതെങ്കിലും ലൂസ് കണക്ഷൻസോ അല്ലെങ്കിൽ ഷോക്ക് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയാതെ പോകുന്ന സമയത്ത് ഇത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോകുന്ന ആൾക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കോ, പേഷ്യൻസിന് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വരെ എന്താണ്? അപകടമാണ് അല്ലെ? കൃത്യമായ രീതിയിൽ അവരത് നോക്കിയില്ലെങ്കിൽ അപ്പോ ഡെത്ത് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മരണങ്ങളോ മറ്റു അപകടങ്ങളോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ത് സംഭവിച്ചാൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സുകളോ ഏതെങ്കിലും സപ്ലൈസുകളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ, വർക്ക് ഫ്ലോസിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖല എന്ന് പറയേണ്ടതും ഇത് തന്നെയല്ലേ? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമാണ് இந்த മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. പലർക്കും അതിനെപ്പറ്റി അറിയില്ല അല്ലെ, ധാരണയില്ല എന്താണെന്നുള്ളത്. ഓക്കെ, fortunately, problems with physical assets and infrastructure are avoidable by following best practices and using maintenance software to organize and streamline all aspects of maintenance work. എന്താണ്? ഇത് വായിച്ചു നോക്കാവോ സെന്റൻസ് ഒന്ന്? യെസ്, അതായത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ ഇത്തരത്തിൽ പ്രോബ്ലംസുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഫോളോയിങ് ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് യൂസിങ് മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർ. അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർ നമ്മൾ ഹോസ്പിറ്റലിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അല്ലെങ്കിൽ അത്ര പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് പ്രാക്ടീസസ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിന് വേണ്ടി. അപ്പൊ അതുവഴി എന്താ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ അവിടെ വരെ? എന്താണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് ഏകദേശം ഒരു ധാരണ കിട്ടിയോ നിങ്ങൾക്ക്?
Why are hospitals so different from other buildings? Why are hospitals so different from other buildings? എന്താണ് മറ്റ് ബിൽഡിങ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ കുറച്ച് ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാം. From the outside, most hospital buildings seem fairly peaceful and quiet. Upon closer examination, you will see that the structure contains a complex mix of interacting parts like. നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബിൽഡിങ്സ് വളരെ ശാന്തമായിട്ടാണ് നമുക്ക് തോന്നിയിരുന്നത് അല്ലെ. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാല് കെട്ടിടങ്ങൾ വളരെ ശാന്തമാണ്, വളരെ ക്വൈറ്റ് ആയിട്ട് തോന്നും. പക്ഷെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സുകളാണ് അതിനുള്ളിൽ കെട്ടിപ്പെടുന്നത്. ശരിയല്ലേ? നോക്കൂ, അതിന് കോംപ്ലക്സ് ഹോസ്പിറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് എൻട്രൻസ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അങ്ങ് തുടങ്ങി പിന്നെ ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് അതിൽ വരുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നോക്കൂ, ഒരു ബിൽഡിങ്ങിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നുണ്ട്, ഫാർമസി ഉണ്ട്, നഴ്സറീസ് ഉണ്ട്, ക്ലിനിക്കൽ ലബോറട്ടറീസ് വരുന്നുണ്ട്, ഇമാജിൻസ്, എക്സ്റേ, CT, MRI വരുന്ന ഇമാജിൻസ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സുകൾ, ട്രീറ്റ്മെന്റ് ആൻഡ് എമർജൻസി റൂം വരുന്നുണ്ട്, സർജറി ഹാൾ ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ഫുഡ് സർവീസസ്, ഹൗസ് കീപ്പിംഗ്, ഇൻപേഷ്യന്റ് തുടങ്ങി ഒട്ടനവധി ബിൽഡിങ്സുകളാണ് അതിനുള്ളിൽ കെട്ടിപ്പെടുന്നത്. ആലോചിച്ച് നോക്കിയേ, നമുക്ക് പുറത്തു നോക്കുമ്പോൾ ഇതൊന്നും തോന്നില്ല, പക്ഷെ എന്തോരം അപകടം പിടിച്ചിട്ടുള്ള ബിൽഡിങ്സുകളാണ് ഓരോന്നിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനെ അത് ബാധിക്കുന്ന രീതിയിലാണ് ഓരോന്നും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിനകത്തുള്ള സ്ട്രക്ചറിനകത്തുള്ള ബിൽഡിങ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ട്. ഇത്തരം ബിൽഡിങ്സുകളാണ് ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സിൽ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, yes, and anymore. Although this sounds like quite a handful already, that's not all. Each of these units is subjected to a unique set of strict operating procedures that are regularly monitored by regulatory authorities. നമുക്കറിയാം ഇതെല്ലാം ഓരോ ബിൽഡിങ്സ് ഓരോന്നുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പോ പക്ഷെ ഓരോ ഡിപ്പാർട്ട്മെന്റും മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണോ? എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ അവിടെ? അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ നമ്മള്? എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ആണോ? അല്ല, എന്ത് വ്യത്യസ്തതയാണ് ഇവിടെ ഉള്ളത്? നമുക്ക് ഇപ്പൊ പറഞ്ഞ ഇത്തരം യൂണിറ്റ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാലേ ഹോസ്പിറ്റലിൽ ഒരുപാട് യൂണിറ്റ്സുകൾ വേറെയും വരുന്നുണ്ട്, വേറെ ഡിപ്പാർട്ട്മെന്റ്സുകൾ വരുന്നുണ്ട്. പക്ഷെ എന്താണ് ഓരോന്നിലും എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ പ്രത്യേക നടപടിക്രമങ്ങളാണ് അല്ലെ. ഓരോ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തും വരുന്നത്. അത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? റെഗുലേറ്ററി അതോറിറ്റീസ് ആണ്. റെഗുലേഷൻസ് ചെയ്യുന്ന അതോറിറ്റീസ് ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും പ്രത്യേക പ്രൊസീജിയേഴ്സ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് അല്ല ലേബർ റൂമിന്റെ പ്രൊസീജിയേഴ്സ് അല്ലെ. അതെ, അതേപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എല്ലാം വ്യത്യസ്തമാണ്. എല്ലാത്തിലും എന്താണ് അവർ ഓപ്പറേറ്റിംഗ് ചെയ്ത് ഇപ്പൊ അവർക്ക് ഫിസിക്കൽ എക്യുപ്മെന്റ്സ് വൈസ് ആയിക്കോട്ടെ, പ്രോട്ടോകോൾസ് വൈസ് ആയിക്കോട്ടെ, എല്ലാത്തിലും എന്താ വ്യത്യസ്തത ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് ആ വ്യത്യസ്തത വരാൻ കാരണം? ഓരോ ഡിപ്പാർട്ട്മെന്റും മറ്റു ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും യുണിക് ആണ് അല്ലെ, അതുല്യമാണ്. കാരണം എന്താണ് ഓരോന്നിന്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോ ഇവിടെ കൊടുക്കുന്ന സർവീസസ്, ഇപ്പൊ നമ്മൾ ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ കഫ്റ്റീരിയയിൽ കൊടുക്കുന്ന സർവീസസ് എല്ലാം നമ്മൾ എന്തിൽ കൊടുക്കുന്നത്? ലിനൻ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നത്. എല്ലാത്തിലും എന്താണ് വ്യത്യസ്ത പ്രൊസീജിയേഴ്സ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ വ്യത്യസ്ത മെയിന്റനൻസ് പ്രൊസീജിയർ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കിയത്. ഓക്കെ, ഓർഗനൈസിംഗ് മെയിന്റനൻസ് ഫോർ അറൌണ്ട് 24/7 സർവീസ്. എന്താണ് ഓർഗനൈസിംഗ് മെയിന്റനൻസ് സർവീസസ്? ഒരു ദിവസം മാത്രമാണോ മെയിന്റനൻസ് സർവീസസ് നടക്കുന്നത്? ഒരു ദിവസം മാത്രമാണോ? അല്ല അല്ലെ. അതായത് 7 ദിവസത്തിൽ 24 മണിക്കൂർ ആഴ്ചയിലെ ഫുൾ ടൈം എന്താണ് മെയിന്റനൻസ് വർക്കുകൾ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ഓക്കെ, കാരണം എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ എപ്പോഴെങ്കിലും റിപ്പയർ വരാറുണ്ട്, ഡാമേജസ് വരാറുണ്ട്, വാട്ടർ സപ്ലൈ എല്ലാത്തിലും എന്തെങ്കിലും ഓരോ ദിവസം എന്തെങ്കിലും ദിനപ്രതി എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പൊ ദിവസമുള്ള ഒരു പ്രക്രിയയാണ്, ദിവസം നടക്കേണ്ട ഒരു ജോലി അല്ലെങ്കിൽ പ്രവർത്തനമാണ് മെയിന്റനൻസ് വർക്ക് എന്ന് പറയുന്നത്.
Then walk into a hospital. ഇപ്പൊ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സുകൾ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ എത്ര ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിനകത്തുള്ള, എന്തൊക്കെ സേവനങ്ങളെ കുറിച്ച്, എന്തൊക്കെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത നമ്മള് ഇപ്പൊ വില്ലേജ് ബേസ് മാനേജ് ബയോമെഡിക്കൽ ബേസ് പഠിച്ചു, അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചു. എല്ലാത്തിലും എന്തുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിനകത്ത് നടക്കുന്നത്. അപ്പൊ ഓരോന്നിലും എന്ത് വേണ്ടി വരുന്നുണ്ട്, മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരുന്ന മേഖലകളുണ്ട്. ഓക്കെ, യെസ്. Walking into a hospital at any hour, day or night, there is some important activity going on. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ വെറുതെ എപ്പോ വേണമെങ്കിലും പോയാലും എന്താണ് മെയിൻ്റനൻസ് വർക്ക് അവിടെ എപ്പോഴാണെങ്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അത് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും അത് ഇല്ലാതിരിക്കുന്നത്, രാത്രി പകലൊന്നും ഇല്ലാതെ തന്നെ എന്താണ് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി അവിടെ എപ്പോ വേണമെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും. ദിനം പ്രതി എന്താണ് 24 മണിക്കൂറും അവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ട്. ചെറിയ കാര്യമായാൽ പോലും വലുതാണ് അല്ലെ. ചില അശ്രദ്ധ മതി നമുക്ക്, നമ്മൾ പറയാറില്ലേ കോൺസെൻട്രേഷൻ ഡൈ ആക്സിഡൻസ് പ്രോൺ. ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും മെഷീൻസിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ അവിടെ ആക്സിഡന്റ് വരാനുള്ള അല്ലെങ്കിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, for the maintenance team, this can be especially complex. They will need to keep a number of systems running continuously and still. Some show finite time and place to perform scheduled maintenance. അപ്പോൾ മെയിൻ്റനൻസ് ടീംസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രക്രിയയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് അല്ലെ. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഒരു അത്തരം സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രക്രിയ എന്ന് പറയുന്നത് ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? ഇല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അല്ലെ. എപ്പോഴും ഒരു വർക്ക് ചെയ്യാന്നുള്ളത് ഷിഫ്റ്റഡ് ആണ്, അവരുടെ വർക്കുകൾ ഷിഫ്റ്റഡ് ആണെങ്കിലും എന്താണ് എപ്പോഴും അവർക്ക് പണി ഉണ്ടാവും. അതുപോലെ എല്ലാവർക്കും പണി ഉണ്ടായിരിക്കും മെയിൻ്റനൻസ് ആണ്. ഓക്കെ, they will need keep number of system running continuously and still. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിരവധി സിസ്റ്റങ്ങൾ തുടർച്ചയായിട്ട് അവർക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ ഇപ്പൊ വാട്ടർ സപ്ലൈ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ സപ്ലൈ ആയിക്കോട്ടെ, ഇതൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. Then some show find a time and place to perform scheduled maintenance. പിന്നെന്താ പറയുന്നത്, ഇതിനൊക്കെ കൃത്യമായിട്ടൊരു ടൈം ഉണ്ട്. അതായത് ഷെഡ്യൂൾഡ് ടൈമിനനുസരിച്ചിട്ടാണ് അവരെ കൃത്യമായിട്ട് ആ മെയിൻ്റനൻസ് വർക്കുകൾ അവിടെ ചെയ്തു പോകും. In practical terms, the maintenance team will need an all-right schedule, most likely with the different machines being serviced on staggered timetable. In situations where equipment must be closed for maintenance work, such as electrical or other high-risk equipment, arrangements must be made for an alternative or backup. Routine work like that should be scheduled with enough wiggle room for it to be postponed if necessary. എന്താ പറയുന്നത്, പിന്നെ പ്രാക്ടിക്കൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താ സൂചിപ്പിക്കുന്നത്, ഇവർക്ക് സർവീസ് കൊടുക്കുന്നവർ കൃത്യമായിട്ടൊരു ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ്. ടൈം ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേക ഒരു ഷെഡ്യൂൾസ് ഉണ്ട്, ഏതൊക്കെ എവിടെയൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കൃത്യമായ ഒരു ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മെഷീൻസിന്റെ കാര്യങ്ങൾ ഇവർ നോക്കുന്നത്. ഇനി ചില സിറ്റുവേഷൻസിൽ എന്താണ്, നമ്മള് ചില എക്യുപ്മെന്റ്സിനോട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള ഏതെങ്കിലും എക്യുപ്മെന്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഡെഫിബ്രിലേറ്റേഴ്സ് ഒക്കെ എപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കും അല്ലെ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റു കേടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലൊക്കെ. ഡെഫിബ്രിലേറ്റേഴ്സിൽ എപ്പോഴും എന്താണ് ഡീസിൽ അവൈലബിൾ ആയിരിക്കണം, അതിന് ഒരു ഡാമേജും വരാൻ പാടില്ല. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ എന്താണ് ഉടനടി നമ്മളത് റിപ്പയർ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡെഫിബ്രിലേറ്റേഴ്സ് ഒക്കെ എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് അല്ല അതൊക്കെ അല്ലെ, പ്രിഡിക്റ്റബിൾ അല്ല അതൊക്കെ, എപ്പോഴും പ്രവചിക്കാൻ പറ്റില്ല എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ പ്രത്യേകിച്ച് പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സിറ്റുവേഷൻസ്, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള മറ്റ് വൈദ്യുതിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് എപ്പോഴും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. Then arrangements must be made for an alternative of backup. അപ്പോൾ എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ തരം സംവിധാനങ്ങളും നമ്മൾ എന്താണ് കൃത്യമായിട്ടൊരു ബാക്കപ്പ് സംവിധാനം. ബാക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ബാക്കപ്പ് കേട്ടിട്ടില്ല നിങ്ങള്? വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ?
അതായത് ചില സമയത്ത് നമ്മൾ ചില ഉപകരണങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. പക്ഷെ അത് ക്ലോസ് ചെയ്ത് വെച്ചാൽ എന്താണ്, അത് എപ്പോഴും ഇങ്ങനെ അടച്ചുമൂട്ടി വെക്കാനായിട്ട് പാടില്ല. നമ്മൾ അത് എന്ത് ചെയ്യണം, ഇടയ്ക്ക് അതിനെ എന്ത് ചെയ്തിരിക്കണം, അത് ഓപ്പൺ ചെയ്ത് അതിനൊന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ബാക്കപ്പ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അതായത് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൃത്യമായി, അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഒരു ഉപകരണം നമ്മൾ കുറെ ദിവസം ഉപയോഗിക്കാതിരുന്നാലും പിന്നീട് പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ എന്താണ്, അത് പെട്ടെന്ന് വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത്തരം ഉപകരണങ്ങൾ അവർ എന്ത് ചെയ്യും, അടച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ മിക്ക ദിവസങ്ങളിലും എന്താണ് അവർക്ക് പ്രവർത്തിപ്പിക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. അതായത് അതിന് റിപ്പയറിങ് വരാതിരിക്കാൻ, ഡാമേജ് ആവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതെടുക്ക് ബാക്കപ്പ് ചെയ്ത് അത് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ റുട്ടീൻ വർക്ക് ലൈക്ക് ദാറ്റ് ഷുഡ് ബി ഷെഡ്യൂൾഡ് വിത്ത് ഇനഫ് വിതൽ റൂം ഫോർ ദിസ് പോസ്റ്റ്പോണ്ടഡ് ഇഫ് നെസസറി. ഇനി ഇന്നത് ആവശ്യമെങ്കിൽ ചില ജോലികൾ നമുക്ക് എന്താണ്, ചിലത് റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന മെയിൻ്റനൻസ് വർക്കുകളുണ്ട്. പക്ഷെ ചില ജോലികൾ എന്താണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യാനും പറ്റും നമുക്ക്. അതായത് എല്ലാ ദിവസവും തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോ ചില എക്യുപ്മെന്റ്സിൽ നമുക്ക് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നോക്കിയാലും മതി, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് നോക്കണം എന്ന രീതിയിൽ ചില എക്യുപ്മെന്റ്സ്, എല്ലാം അല്ല, ചിലപ്പോ അത്ര എപ്പോഴും പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്ന ചില എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്കത് ഓപ്പൺ ആക്കിയാലും മതിയാകും. അതുപോലെ AC അല്ലെ, AC-യുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, നമുക്ക് എപ്പോഴും അത് നോക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നില്ല, എത്ര പ്രോബ്ലംസ് അതിന് വരാറില്ല അല്ലെ. കേസ് വന്നാലും അത് അപ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഉപകരണങ്ങൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് നോക്കാം. പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ എപ്പോഴും തന്നെ എന്താണ് മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, Then, to accommodate these maintenance requirements, the maintenance team will need to adopt a 24/7 work schedule. They will also need to be prepared to grab little windows of opportunity to quickly service machines that become unexpectedly inactive. മെയിൻ്റനൻസിൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമുക്കറിയാം. അവരുടെ വർക്കിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് 24 മണിക്കൂർ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവർക്ക് 24 മണിക്കൂറുള്ള ആവശ്യകതകൾ അവിടെ ഉണ്ട്. Also need to prepare a grab little windows of opportunity to quickly service machines. എന്താണ് ക്വിക്ലി എന്ന് പറയുന്നത്? ഇപ്പൊ ചില സമയത്ത് അവർക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില ഉപകരണങ്ങൾ ചിലപ്പോൾ തകരാറായെന്ന് വരാം. അത്തരം സിറ്റുവേഷൻസിൽ എന്താണ്, അവർക്ക് ആ ഒരു സമയത്തും അവർ എന്ത് ചെയ്യേണ്ടി വരുന്നു, പ്രിപ്പയർഡ് ആയിരിക്കേണ്ടതാണ് അല്ലെ. നമുക്ക് പറയാൻ പറ്റില്ല, ചില ഉപകരണങ്ങൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണം ചിലപ്പോൾ പെട്ടെന്ന് നിന്ന് പോവാം അല്ലെ. അപ്പൊ ആ സമയത്തും ഇവർ എങ്ങനെയായിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ. അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് 24 മണിക്കൂർ വർക്ക് ഉണ്ടെന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, യെസ്, മനസ്സിലായോ പറഞ്ഞത്? യെസ്. The grave implications, ഇനിയിപ്പോ ഏതൊക്കെ എക്യുപ്മെന്റ്സിനാണ് ഇത്തരത്തിൽ ആവശ്യകതകൾ വരുന്നത് നമുക്ക് നോക്കാം. The grave implications of maintenance mistake. Imagine what would happen in any of these scenarios. ഇനി എന്താ പറയുന്നത്, മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഏത് എക്യുപ്മെന്റ് ആണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിലും എന്താണ് അപകടം വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അത് ആക്യുറേറ്റ് ആയിട്ട് കൃത്യതയോട് കൂടി ചെയ്തിട്ടില്ലെങ്കിലും അതൊരു മിസ്റ്റേക്ക് വന്നാലും ആക്സിഡൻസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതായത് അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും പിഴവുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് കൂടി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തെങ്കിലും പിഴവുകൾ വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് ഒന്ന് നോക്കൂ. എ ഡെഫിബ്രിലേറ്റർ ഡസ് നോട്ട് പവർ അപ്പ് വെൻ നീഡഡ്. നോക്കൂ, ഡെഫിബ്രിലേറ്ററിന് ചാർജ് ഇല്ല അല്ലെങ്കിൽ അത് പവർ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻസ്. അപ്പൊ ആവശ്യാനുസരണം എന്താണ്, ആവശ്യമുള്ളപ്പോൾ ഒരു ഡെഫിബ്രിലേറ്റർ പവർ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് അവിടെ എന്ത് സംഭവിക്കാം, അപ്പൊ ആ പേഷ്യന്റിന് ആ സമയത്ത് എന്താണ് ഡെഫിബ്രിലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാർട്ടിന്റെ പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അത് ആ സമയത്ത് അത് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആള് മരണപ്പെടും അല്ലെ. അല്ലെങ്കിൽ അതെ, യെസ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറയുന്നത്, അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ഡെഫിബ്രിലേറ്റേഴ്സ് ചാർജ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്.
അത്തരം സിറ്റുവേഷൻസിൽ അപകടം വരാം. പിന്നത്തെ സിറ്റുവേഷൻ എന്താണ്? എ മോണിറ്റർ ട്രാക്കിംഗ് എ പേഷ്യന്റ് വൈറ്റൽ സൈൻസ് ഈസ് faulty and does not send an audible alarm at a critical stage. A monitor tracking a patient vital signs. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോണിറ്റർ പേഷ്യൻസിന്റെ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യുന്നത് എന്താണ്? എന്ത് സാധനത്തിലാണ് നമ്മൾ നോക്കുന്നത്? പേഷ്യന്റ് മോണിറ്റേഴ്സ് പഠിച്ചിട്ടില്ലേ? അതായത് ഒരു രോഗിയുടെ ബയോമെട്രിക്കൽ വാല്യൂസ് ആണ് നമ്മൾ അതിൽ വെരിഫൈ ചെയ്യുന്നത് അല്ലെ? അതായത് ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ, പിന്നെന്താണ് BP ഒക്കെ അല്ല, എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എന്തിലാണ്? പേഷ്യന്റ് മോണിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്സിജൻ എല്ലാം, പൾസ് ഓക്സിമീറ്റർ ഒക്കെ പൾസ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ എന്താണ്? മോണിറ്റർ മെഷീൻസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ പേഷ്യൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താണ്, ഇത് ചില സമയങ്ങളിൽ ഒരു ഓഡിയോബിൾ അലാറം ഉണ്ട്. ആ സമയത്ത് അതായത് ഇപ്പൊ വേരിയേഷൻസ്, ഇപ്പൊ പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള ഇതിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ BP-യിലോ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ആ മോണിറ്ററിലായിരിക്കും നമ്മൾക്ക് ആ ഒരു അലാറം വരുന്നത്. അത് വേരിയേഷൻസ് കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ? അപ്പൊ അതിൽ പ്രവർത്തിക്കുന്ന ഒരു അലാം, ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു അലാം ഉണ്ട്. അതിന്റെ സൗണ്ട് ആ സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ്? നമ്മളത് അറിയില്ല. അപ്പൊ അപ്പോഴും എന്ത് സംഭവിക്കാം? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ ആ മോണിറ്ററിലേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആ സൗണ്ട് കേട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല അല്ലെ? അപ്പൊ സൗണ്ട് കേൾക്കാത്ത പക്ഷം എന്ത് സംഭവിക്കും? പേഷ്യൻസിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. പേഷ്യൻസ് ചിലപ്പോൾ മരണപ്പെടാനുള്ള കാരണവും ആയേക്കാം. നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ. അപ്പൊ അലാം കൃത്യമായിട്ട് അടിക്കത്തില്ല. അലാം കൃത്യമായിട്ട് അതിന്റെ സൗണ്ട് ഒക്കെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ അവരത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നോക്കൂ. ഇമാജിംഗ് മെഷീൻ സഡൻലി സ്റ്റോപ്പ് വർക്കിംഗ്. ഇമാജിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ MRI ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ CT ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ക്രിട്ടിക്കൽ സ്റ്റേജസിലായിരിക്കാം. ആ സമയത്ത് ഇതിലേക്ക് പ്രവർത്തനങ്ങൾ നിലച്ചു പോയി കഴിഞ്ഞാലും അപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കിപ്പോ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഒരാളുടെ MRI ചെയ്യേണ്ടത്, സർജറിക്ക് കേട്ടേണ്ട സിറ്റുവേഷൻ. ഇപ്പൊ നമുക്ക് ലേബർ പേഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് ആളെ ഇപ്പൊ തിയേറ്റേഴ്സിലേക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ, കുട്ടിയുടെ പൊസിഷൻസ് ഒക്കെ നോക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നിരിക്കും. അങ്ങനെ സമയത്ത് ഈ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ നിന്ന് പോയി കഴിഞ്ഞാലും അവിടെയും ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് എന്താണ് പറയുന്നത്? സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് നെഗറ്റീവ് പ്രഷർ റൂം ഡസ് നോട്ട് ഡു ഇറ്റ്സ് ജോബ് പ്രോപ്പർലി. എന്താണ് നെഗറ്റീവ് പ്രഷർ റൂംസ്? നെഗറ്റീവ് പ്രഷർ എന്ന് ഇവിടെ പറയുന്നത് the system responsible for creating negative pressure rooms does not do its job properly. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യെസ്, നമുക്ക് ചില റൂംസിന് പ്രത്യേക ടെമ്പറേച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് എന്താണ് ചില അതിനകത്തുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ഇത്ര ടെമ്പറേച്ചറിൽ മാത്രമായിരിക്കും പ്രവർത്തിക്കാൻ കഴിയുക. അപ്പൊ അതിന് കൂടുതലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ആണ് അവിടെ കൊടുക്കുന്നതെന്നാണ് അതിന്റെ പ്രവർത്തനങ്ങളെ പ്രോപ്പർ ആയിട്ട് നടക്കില്ല അല്ലെ? ഓക്കെ, നെഗറ്റീവ് പ്രഷേഴ്സ് കൊടുക്കുന്ന റൂമുകളുടെ എക്യുപ്മെന്റ്സിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ്, ആ സിസ്റ്റം ശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിലും അവിടെ ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. Any of these situations can lead to a nasty outcome for both patients and the hospital. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഏതെങ്കിലും സിറ്റുവേഷൻസ്, ഈ 4 സിറ്റുവേഷൻസ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അല്ലെ, ഇതെന്താണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയാണ്. അപ്പൊ ഇതിൽ ഏത് സംഭവിച്ചാലും ഹോസ്പിറ്റലും പേഷ്യൻസിനും ഒരേപോലെ തന്നെ എന്താണ്, അത് റിസ്ക് ഉള്ളത് തന്നെയാണ്. ഓക്കെ, in hospital there is very little if any allowance for maintenance mishaps such as missed equipment maintenance or improper cleaning or disinfection. നമ്മള് എന്താണ് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രത്യേകത, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് എന്താ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും തകരാറുകളോ ഇംപ്രോപ്പർ ഫങ്ഷൻസ് അത് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിനും അതേപോലെ തന്നെ പേഷ്യൻസിനും ഒരേപോലെ തന്നെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ആക്സിഡൻസ്, അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.
ഓക്കെ. മോർച്ചറി നെഗറ്റീവ് പ്രഷർ ഗ്രൂപ്പ് ആണോ? യെസ് ആണ്. യെസ്. നമ്മള് ബോഡി വെക്കുന്നതിന് നിങ്ങൾ മോസ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? ബോഡി വെക്കുന്നതിൽ എത്രത്തോളം ടെമ്പറേച്ചർ ആണ് അതിനകത്ത് വരുന്നത് പഠിച്ചിട്ടില്ലേ നിങ്ങള്? യെസ്. ഓക്കെ, താങ്ക് യു. ഇപ്പതായല്ലേ? അടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ നിങ്ങള്. താങ്ക് യു. നൈസ് ഡേ.